പ്രകാശ് മാസ്റ്റർ, അങ്ങനെ പാർട്ടി അന്വേഷിച്ച്, അതായത് കോൺഗ്രസ് അന്വേഷിച്ച് അവർ രാഷ്ട്രീയമായ നടപടിയെടുത്തു. അതിൽ പിന്നീട് അതിൽ പണപരമായ ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ, അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ വിജിലൻസ് ആണ് കേസെടുക്കേണ്ടത് ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത് കോൺഗ്രസിനോട് സംസ്ഥാനത്തെ ഭരണ നിയന്ത്രിക്കുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോ വിജിലൻസിനോ ഒക്കെ ഒരു മൃദു സമീപനമുണ്ടോ? കോൺഗ്രസ് പാർട്ടിയെ അടിമുടി പിടിച്ചു കുലുക്കാൻ പോകുന്ന ഒരു അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ട് അതിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടി തന്നെ അന്വേഷിച്ച് നടപടിയെടുത്തിട്ടും സംസ്ഥാനത്ത് നിയമപരമായ അന്വേഷണമോ അറസ്റ്റോ നടപടികളോ ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ഡോക്ടർ ജിൻഡോ ജോൺ ഇന്ന് ചോദിക്കുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ കത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, പല ആളുകളിൽ നിന്നും ജോലിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്ന പണം പല സന്ദർഭങ്ങളിൽ കൊടുക്കാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ മേലെയാണ് ഈ പറയുന്ന വലിയ കടക്കാരനായിട്ട് ഞാൻ മാറിയതെന്നാണ്. IC ബാലകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി വാങ്ങിയ 7 ലക്ഷം രൂപ അത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നം വന്നപ്പോൾ 2 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയുടെ എൻ്റെ ചെക്കും കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ BJP-കാരനെ അവിടെ നിലവിലുള്ള ബോർഡ് പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് 10 ലക്ഷം ഉറുപ്പിക കൈക്കൂലി കൊടുത്തു, സീറ്റുകൾ ഉണ്ടാക്കി, അവിടെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി. ആ കാര്യത്തിന് 32 ലക്ഷം രൂപ ചിലവാക്കിയത് ഞാനാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ 10 ലക്ഷം രൂപ, മറ്റൊരു സന്ദർഭത്തിൽ 15 ലക്ഷം രൂപ കോൺഗ്രസ്സുകാർ ജോലിക്ക് വേണ്ടി കൈക്കൂലി വാങ്ങിയിരിക്കുന്നു എന്ന വിഷയം അദ്ദേഹം പറയുന്നതല്ലേ? ഏതെങ്കിലും നിലക്ക് എപ്പോഴെങ്കിലും ഇത് ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് എവിടെയെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ആൾ പരാതി കൊടുത്തിട്ടില്ല. ഇവിടെ സൂചിപ്പിക്കുന്ന കാലങ്ങൾ അതിൽ തമ്മിൽ ഒരു അത് കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ ജോൺ അതിന് പ്രതിരോധം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത്രയും ഗൗരവതരമായ ക്രമക്കേട് സഹകരണ സ്ഥാപനത്തിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് സംസ്ഥാന വിജിലൻസ്, ആഭ്യന്തര വകുപ്പ് അന്വേഷണവും നടപടിയും എടുത്തില്ല എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് തിരിച്ചു വയ്ക്കുകയാണ്, നിങ്ങളുടെ പാർട്ടിയല്ലേ ഭരിക്കുന്നത്, നിങ്ങളുടെ സർക്കാരല്ലേ, നിങ്ങളുടെ വിജിലൻസ് അല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ നടപടി എടുത്തില്ല എന്ന്. ഇവിടെ നമ്മളിപ്പോൾ PP ദിവ്യയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യം, നമ്മൾ ADM-ന്റെ ആത്മഹത്യ, അതിൻ്റെ വാർത്തയുടെ മഷി ഉണങ്ങിയിട്ടില്ലല്ലോ. ആ സമയത്ത് ഈ പറയുന്ന പോലെ ദിവ്യ പ്രസംഗിച്ചു എന്നുള്ളതിനപ്പുറം ഒരു കത്ത് പോലും അദ്ദേഹം എഴുതി വെച്ചിട്ടില്ല. കാരണക്കാരി ദിവ്യയാണെന്ന് പറയുന്നതിന് ഒരു തെളിവുണ്ടായിട്ടില്ല. എന്തൊരു ആക്രോശമായിരുന്നു ഇവിടെ KPCC അധ്യക്ഷനും അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരെല്ലാം തന്നെ ദിവ്യയെ രാജിവെപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ അവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഇവരാണല്ലോ പ്രധാന നേതാക്കന്മാർ, DCCയുടെ പിന്നെ പ്രസിഡന്റ്, അതുപോലെ DCC ട്രഷറർ എന്നെല്ലാം പറയുന്നവരുടെ ജില്ലയിലെ നേതാക്കന്മാർ, അവർ കൈക്കൂലി വാങ്ങിച്ചതിനെ സംബന്ധിച്ച് ഇത്ര വ്യക്തമായ നിലക്ക് ഒരു ആത്മഹത്യാ കുറിപ്പിനകത്ത് വിവരങ്ങൾ വന്നിട്ട് എന്തേ ആ കാര്യങ്ങൾ സംബന്ധിച്ച് ആലോചിക്കാൻ അവർക്കാവുന്നില്ല. പിന്നെ ഈ കാര്യങ്ങൾ തങ്ങൾ അറിയില്ലെന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? KPCC അധ്യക്ഷൻ്റെ പ്രസ്താവനകൾ വായിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ ഈ കാര്യത്തിൽ IC ബാലകൃഷ്ണനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? തൂങ്ങുമ്പോൾ എല്ലാവരും തൂങ്ങും. എന്തിനാണോ IC ബാലകൃഷ്ണൻ തൂങ്ങുന്നത്? നിങ്ങൾ ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. KPCC അധ്യക്ഷൻ പറയാണ്, IC ബാലകൃഷ്ണനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തൂങ്ങുമ്പോൾ എല്ലാവരും തൂങ്ങും. വ്യക്തമല്ലേ? കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പുറത്തു വന്ന് വിജിലൻസിലൊക്കെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ തൂങ്ങുമെന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? പിന്നെ ഈ വിഷയം സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ആത്മഹത്യാ കുറിപ്പിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ മകനും മകൻ്റെ ഭാര്യയും ചെന്നിട്ട് ഇവരെല്ലാം കണ്ടല്ലോ. KPCC അധ്യക്ഷനെ കണ്ടു, അതുപോലെ പ്രതിപക്ഷ നേതാവിനെ കണ്ടു. എന്താ നിലപാട്? അവിടെ ഈ കാര്യങ്ങളെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ മുൻകൈയിൽ നടന്നതാണ് എന്നുള്ള ഒരു നില പരിഗണിച്ചുകൊണ്ടുള്ള സമീപനാണോ അവർ സ്വീകരിക്കുന്നത്? മറ്റേതെങ്കിലും പാർട്ടിക്കാരുടെ മേലെയാണെങ്കിൽ അവരുടെ വായിലെ നാവിൻ്റെ നീളം ഒത്തിരിയായിരിക്കും. പിന്നെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനത്തിന് കൈക്കൂലി വാങ്ങാൻ കഴിയുന്ന അവസ്ഥ, കോഴ വാങ്ങാൻ കഴിയുന്ന അവസ്ഥ, അത് അവസാനിപ്പിച്ചത് CPM ആണ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ്. ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്താണ് ഇവിടെ സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനമാകത്തിന് റിക്രൂട്ട്മെന്റ് ബോർഡിന് കൊടുക്കാൻ തീരുമാനിച്ചത്. ഏത് പാർട്ടി ഭരിച്ചാലും കൈക്കൂലി വാങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കിയത് ഞങ്ങളാണ്. ഇവിടെ സഹകരണ സ്ഥാപനങ്ങളിൽ കോൺഗ്രസ് കാണിക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ ഒരു നഖചിത്രമാണ് വയനാട് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിനെ ന്യായീകരിക്കുക, ആ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ നിലപാട് സ്വീകരിക്കുക, അതുപോലെ തന്നെ എന്നിട്ട് ദുരൂഹത. എന്താ ദുരൂഹത? ഇവിടെ ഇപ്പോൾ ഞാൻ പറയട്ടെ, കത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ മരിച്ചിട്ട് 4 കൊല്ലമായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ച കൊല്ലം ഏതാണെന്നുള്ള കോൺഗ്രസ്സുകാർക്ക് അറിയില്ലേ? എപ്പോഴായി കത്ത് എന്ന് പരിശോധിക്കാൻ പാടൂർ പടി വരെ പോകണോ? കത്തിനകത്ത് അദ്ദേഹം പറഞ്ഞത് 2015 മുതൽ ഇന്ന് വരെ ഞാൻ DCC ട്രഷററാണ്. ഏത് കാലത്താണ് അദ്ദേഹം കത്ത് എഴുതുന്നത് ആർക്കറിയാതിരിക്കുന്നത്? അപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഇവിടെ പറയാണ്. എപ്പോഴാണ് കത്ത് എന്ന് പറയാൻ കഴിയില്ല. IC ബാലകൃഷ്ണന്റെ പിന്നെ ഹാൻഡ് റൈറ്റിംഗ് അറിയാത്ത ആളുകളാണോ ഈ ആളുകളെല്ലാം? അദ്ദേഹം കൊടുത്ത് ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന എഴുത്തും അതുപോലെ DCC നമ്മുടെ KPCC അത് NM വിജയൻ കൊടുത്തിരിക്കുന്ന ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരിക്കുന്ന പിന്നെ അദ്ദേഹത്തിന് എഴുത്തും
അദ്ദേഹം KPCC അധ്യക്ഷനും അവർ പ്രതിപക്ഷ നേതാവിനും കൊടുത്തിരിക്കുന്ന കത്തും ഒരേ എഴുത്തല്ലേ? അതെന്താ മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്? ശരി, അല്ല, ഇതൊക്കെയാണ് 4 കൊല്ലം എന്റെ ഭാര്യ മരിച്ചിട്ട് എന്ന് തിരിച്ചു ചോദിക്കും ചോദ്യം. ജിൻഡോ ജോൺ തിരിച്ചു വെച്ചൊരു ചോദ്യം അങ്ങ് കേട്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല നിയമപരമായി എന്ന് അതിനുകൂടി മറുപടി പറഞ്ഞാൽ എനിക്ക് മറ്റതിലേക്ക് പോവാം. നിയമപരമായിട്ട് ഒരു കാര്യവും വരാത്തതുകൊണ്ട് കേരളത്തിലെ LDFന്റെ ഗവൺമെന്റ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ അടങ്ങിയിരിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല. ഇപ്പൊ എത്ര പ്രമുഖമാരി ഗവൺമെന്റ് വന്നതിന് ശേഷം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തവരോ ഈ അഴിമതി കണ്ടുപിടിച്ച കോൺഗ്രസ്സുകാരോ സന്നദ്ധമായില്ല. അതല്ലേ വിഷയം? നിയമപരമായി ഈ കാര്യം വന്നതുകൊണ്ട് സർക്കാർ ഇനി ആക്ട് ചെയ്യും എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. ശരി.